അതേതായാലും നന്നായി. മഹിക്ക് വയ്യാതെ വന്നത് അറിഞ്ഞെങ്കിലും വരാൻ പറ്റിയില്ല. ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഏയ്, അത്രയ്ക്കൊന്നുമില്ല. ചെറിയൊരു നെഞ്ചുവേദന. ചന്ദ്ര കാര്യങ്ങളൊക്കെ അറിയിക്കുന്നുണ്ടായിരുന്നു. അന്ന് ഇങ്ങോട്ട് വരാൻ കുറെ ശ്രമിച്ചതുവാ. പക്ഷെ അറിയാലോ, ബിസിനസിന്റെ ഓരോ തിരക്കുകൾ കാരണം എത്തിപ്പെടാൻ പറ്റിയില്ല. അത് സാരമില്ല. ചന്ദ്രസേനന്റെ തിരക്ക് ഞങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. സത്യം പറയാലോ, എന്റെ പെങ്ങളുടെ ഒരു ഭാഗ്യ ഇതുപോലൊരു ഭർത്താവിനെ കിട്ടിയത്. ആരോടും ഒരു പരാതിയില്ലാത്ത നല്ലൊരു മനുഷ്യൻ. ബാക്കിയുള്ളവരൊക്കെ ഇവിടെ? എല്ലാരും അകത്തുണ്ട്. ചന്ദ്രസേന വരുന്ന കാര്യം അറിയാത്തോണ്ടാ, അല്ലെങ്കിൽ ചന്ദ്രമതി വാതിൽ തന്നെ കാത്തു നിന്നേനെ. അതെനിക്കറിയാം. എനിക്ക് സ്വന്തം എന്ന് പറയാൻ അവളും ഈ വീട്ടിലുള്ളവരല്ലേ ഉള്ളൂ. അതുകൊണ്ടാ എന്തെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടിയാൽ ഞാൻ ഓടി ഇങ്ങോട്ട് തന്നെ വരുന്നത്. ചന്ദ്രേട്ടാ, ചന്ദ്രേട്ടാ എപ്പോഴാ എത്തിയ? ചന്ദ്ര, ഞാനിപ്പോ വന്നതേ ഉള്ളൂ. അളിയനോടും പൂർണിമയോടും സംസാരിച്ചിരിക്കുവായിരുന്നു. ഏട്ടനെ കണ്ടപ്പോ തന്നെ മനസ്സിനൊരാശ്വാസമായി. എവിടെ ചന്ദ്ര എന്റെ ഒരേ ഒരു മരുമകനും ഭാര്യയും? അവരുടെ കല്യാണം പോലും കൂടാൻ പറ്റിയില്ല. പൃഥ്വി ഇവിടെ ഇല്ല, പുറത്തെവിടെ പോയിരിക്ക. അഷിത അകത്തുണ്ട്, ഞാൻ വിളിക്കാം. അഷിതേ. വേണ്ട വേണ്ട, ഞാൻ കണ്ടോളാം. ഇനി സമയമുണ്ടല്ലോ. അഷിത വന്നല്ലോ. മാമോളെ, എന്തൊക്കെയുണ്ട് മോളെ വിശേഷങ്ങൾ? സുഖാണങ്കിൾ. എന്റെ പൃഥ്വി നിന്നെ നന്നായി നോക്കുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ടെങ്കിൽ. അവനെ കുറിച്ച് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ മോൾ എന്നോട് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞാൽ അവൻ എന്തും അനുസരിക്കും. അല്ല, ഇവിടെ വേറെ 2 അതിഥികളുണ്ടെന്ന് നീ പറഞ്ഞില്ലേ? അവരെവിടെ? അകത്തെങ്ങാനും കാണും. ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ചന്ദ്ര പറയാറുണ്ട്. എന്തൊക്കെയാ മഹി ഇവിടെ നടക്കുന്നത്? പൂർണിമയെ പോലെ വിവരവും വിവേകമുള്ള ആൾക്കാര് കാര്യങ്ങൾ നോക്കുന്ന വീട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കൂ? അതിന് ആളുകൾക്ക് വിവരവും അറിവും കൂടുമ്പോഴാ പല അബദ്ധങ്ങളും കാണിക്കുന്നേ. ഇവരല്ലേ പുതിയ അതിഥികൾ? പൂർണിമ വിളിച്ചു കയറ്റി താമസിപ്പിച്ചിരിക്കുക. എന്നെ ഓർമ്മയില്ലേ? നമ്മളന്ന് അഷിതയുടെ കല്യാണ നിശ്ചയത്തിന് കണ്ടിരുന്നു. കൂട്ടിയിടിച്ചത് ഒന്ന് ഓർത്തു നോക്കിയേ. നമ്മൾ ഒരുപാട് നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു. അയ്യോ, ഞാനേ കല്യാണപ്പയ്യന്റെ അങ്കിളാ, ഒരേ ഒരു അമ്മാവൻ, ചന്ദ്രസേന. ഓർമ്മയുണ്ട്. ഈ പിള്ളേരുടെ കാര്യമാണോ ചന്ദ്ര നീ പറഞ്ഞത്? ഇത് നമ്മുടെ പിള്ളേരല്ലേ? ഇവർക്കൊരാവശ്യം വന്നപ്പോ സഹായിച്ചതിൽ ഒരു തെറ്റുമില്ല. പൂർണിമ ചെയ്തത് വളരെ നല്ല കാര്യമാണ്. ഞാൻ അപ്പോഴേ ഓർത്തു പൂർണിമ വേണ്ടാത്ത കാര്യമൊന്നും ചെയ്യില്ല എന്ന്. അങ്കിളിന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം? വേണം മോളെ, നല്ല തണുത്ത് എന്തെങ്കിലും എടുത്തോ, നല്ല ദാഹമുണ്ട്. ശരി, എടുക്കാം. ഞാൻ ഇയാളെ നേരത്തെ കണ്ടിട്ടുണ്ട്. ഏട്ടമ്മ, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. വരുന്നു ചന്ദ്രേ, ഒരു മിനിറ്റ്.
അയ്യോ, ഞാനൊരു തമാശ പറഞ്ഞതാ. പ്രേമിക്കുന്നത് ഒരിക്കലും തെറ്റല്ല. ഞാനേ പ്രേമത്തിനെതിരൊന്നും അല്ല. നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയാ. നിങ്ങൾ തന്നെയാണ് കല്യാണം കഴിക്കേണ്ടതും. അത് നിങ്ങളായിട്ട് തന്നെ ചെയ്തതിൽ ഒരു തെറ്റുമില്ല. ഇങ്ങനെയൊക്കെ ആവുമെന്ന് കരുതിയതല്ല. വേറെ വഴിയൊന്നും ഇല്ലാത്തോണ്ടാ ഞങ്ങൾ ഇങ്ങനെ ചെയ്തത്. അതിലെന്താ? സ്നേഹിക്കുന്നവർ തമ്മിൽ കല്യാണം കഴിക്കണം. ഒന്നിച്ച് ജീവിക്കേണ്ടവർ നിങ്ങളാ. അപ്പോ നിങ്ങളുടെ ഇഷ്ടത്തിന് തന്നെയാ പ്രാധാന്യം. അല്ല, ദുർഗമോൾ എന്താ ഒന്നും മിണ്ടാത്തെ? എടോ മിണ്ട്. ചന്ദ്രമതിയുടെ ചേട്ടനാന്ന് കരുതി ഞാൻ അവളെ പോലെ ഒന്നും അല്ല. നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ദേ എന്നോട് പറയാം. പറ. ഇനി ഇവിടെ നിൽക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്റെ ഫാം ഹൗസിൽ താമസിക്കാം. രണ്ടുപേർക്കും വേണ്ട എല്ലാ സൗകര്യങ്ങളും ദേ ഞാൻ റെഡിയാക്കി തരും. ഇങ്ങനെ പറയാൻ തോന്നിയല്ലോ, അതിന് ഒരുപാട് നന്ദി. ഇവിടെ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ ചോദിച്ചോളാം. അത് മതി. ഛേ